അങ്ങനെ നമ്മുടെ സ്വന്തം പാലക്കാടിൽ ലുലു മാൾ വന്നു. അതെ, പാലക്കാടിലെ ഏറ്റവും വലിയ മാള് ലുലു മാൾ. നമ്മുടെ കാഴ്ചപ്പറമ്പ്, പാലക്കാടിൻ്റെ സ്വന്തം കാഴ്ചപ്പറമ്പിൻ്റെ അടുത്തായിട്ട് ലുലു മാൾ ഡിസംബർ 18 ഉദ്ഘാടനം ചെയ്തത്. ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ പ്ലാൻ ചെയ്തത് വിസിറ്റ് ചെയ്യാൻ. പക്ഷേ ആ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടും ഭയങ്കര ക്രൗഡ് തന്നെയായിരുന്നു. പാലക്കാട് നിന്ന് ഒരുപാട് പേര് നമ്മുടെ ഈ ലുലു മാൾ കാണാൻ വന്നിട്ടുണ്ട്. എക്സാക്റ്റ് ലൊക്കേഷൻ കാഴ്ചപ്പറമ്പാണ്, നമ്മുടെ നാഷണൽ ഹൈവേയുടെ തൊട്ടടുത്ത് തന്നെയാണ്. നമ്മുടെ പാലക്കാട് ഒരു മാള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ജോബീസ് മാൾ. അതിന് ശേഷം വന്ന ഒരു ബിഗ്ഗസ്റ്റ് മാളാണ് ലുലു മാൾ. ഇത്രത്തോളം ക്രൗഡ് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് കിഡ്സ് മുതൽ അതുപോലെ തന്നെ വലിയ ആൾക്കാർ എല്ലാവർക്കും ഈ ഒരു ലുലു മാൾ ഇഷ്ടപ്പെടും. അത്രയ്ക്കും ഒരു സൂപ്പർബ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നല്ല ക്രൗഡ്. കാരണം ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷനാണ്. അപ്പോൾ കുട്ടികളും അതുപോലെ തന്നെ എല്ലാവർക്കും ഭയങ്കര ആ ഒരു ക്രേസിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ലുലു മാളിൽ. എൻ്റർടൈൻമെൻറ്റ് സോണൊക്കെ വെച്ചിട്ട് അവർ പ്രോഗ്രാംസ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു സൂപ്പർബായിരുന്നു ഇവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ കാര്യങ്ങളൊക്കെ. ലുലു മാള് നമ്മുടെ കൊച്ചിയിലുള്ള ലുലു മാള് ഇതിനെയും കാട്ടി കുറച്ച് വലുതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ലുലു മാൾ എക്സ്പെക്റ്റ് ചെയ്ത് നിങ്ങളാരും ഈ ഒരു മാളിലോട്ട് വരരുത്. ഇതൊരു കൊച്ചു മാളാണ്. പക്ഷേ പാലക്കാടുകാർക്ക് ഇതൊരു അഭിമാനം തന്നെയാണ്. കാരണം പാലക്കാടിൽ ഇത്രയും ഒരു മാള് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ പാലക്കാട് വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഭയങ്കര ക്രൗഡ്. അപ്പോൾ ഇവിടെ ലുലു ഫാഷൻ, അതുപോലെ തന്നെ ലുലു ഡിജിറ്റൽ, പിന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റ്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് കോർട്ട്സ്, ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു ഓപ്പണിംഗ് ടൈമിൽ ഒരുപാട് ഓഫേഴ്സ് നമ്മുടെ ലുലു മാൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഡിജിറ്റലായാലും ശരി, ഫാഷനിലായാലും ശരി, ഹൈപ്പർ മാർക്കറ്റിലായാലും ശരി, എല്ലാത്തിലും ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എവിടെ നോക്കിയാലും ഭയങ്കര ജനത്തിരക്കാണ്. അത്രത്തോളം ഈ ഒരു ലുലു മാൾ നമ്മുടെ പാലക്കാട് പോപ്പുലറായി മാറിയിരിക്കുന്നു. എവിടെ നോക്കിയാലും ജനസാഗരം, ഭയങ്കര ക്രൗഡ് പുള്ളിങ് ആയിരുന്നു. അതുതന്നെയാണ് ഈ ഒരു ലുലു മാളിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് കോർട്ട്സ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമ്പോൾ ഒരുപാട് പേര് അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓർഡറൊക്കെ ചെയ്തിട്ട്. അത്രയ്ക്കും നല്ലൊരു സൂപ്പർ ആംബിയൻസ് ആയിരുന്നു. എല്ലാവരും ഫുഡിന് വേണ്ടി ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ആൻഡ് വെറൈറ്റീസ് ഓഫ് ഫുഡ്സാണ് ഇവിടെ ഉള്ളത്. എന്നാൽ ഫുഡ് കോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഫഞ്ചൂറയുണ്ട്. ഫഞ്ചൂറയിൽ മെയിനായിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്ന കുട്ടികളെയാണ്. കിഡ്സിന് വേണ്ടിയുള്ള ആ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗെയിംസ്, അതുപോലെ തന്നെ അവർക്ക് ത്രില്ലടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെയുണ്ട്. മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്ന ഫഞ്ചൂറിലെ കുട്ടികൾക്ക് വേണ്ടി തന്നെയാണ്. എവരി കിഡ്സ് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ഒരു ഫീലിങ്സാണ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് നോട്ട് ചെയ്യാൻ പറ്റിയത്. അത്രയ്ക്കും നല്ലൊരു സൂപ്പർബ് ആയിരുന്നു. ഒരു ചെറിയൊരു സെറ്റപ്പ് ആയിരുന്നെങ്കിലും പക്ഷേ എല്ലാത്തിലും ആ ഒരു കുട്ടികളുടെ ആ ഒരു ഹാപ്പിനെസ് എനിക്ക് കാണാൻ പറ്റി. അത്രത്തോളം ഭയങ്കര അവരെല്ലാവരും ആ ഒരു ആകാംക്ഷയിലായിരുന്നു ഈ ഒരു ഫഞ്ചൂറിൽ വന്നപ്പോൾ. ഗെയിംസ് ആയാലും ശരി, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ്, അങ്ങനെ ഒരുപാട് സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലുലു മാളിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇതുവരെയും ലുലു മാൾ വിസിറ്റ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു മാൾ വിസിറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, ഈ ഒരു വീക്കെൻഡിലൊക്കെ വിസിറ്റ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത്രത്തോളം ഭയങ്കര ക്രൗഡാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ വീക്ക് ഡേയ്സ് അല്ലാതെ ലൈക്ക് ഇപ്പോൾ വർക്കിംഗ് ഡേയ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ക്രൗഡില്ലാതെ നമുക്ക് ഈ ഒരു ലുലു മാൾ വിസിറ്റ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഫാമിലിയായിട്ട് വരാം, കിഡ്സായിട്ട് എല്ലാവരും പോയി അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു മാളാണ്. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഇവിടുത്തെ ട്രാഫിക്കാണ് കേട്ടോ. നമ്മൾ NH തൊട്ടടുത്തായതുകൊണ്ട് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ഇവിടെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ തൊട്ടടുത്ത് ഹോസ്പിറ്റലും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി കാണുമ്പോൾ ഭയങ്കര എനിക്കൊരു ഫ്രസ്ട്രേഷൻ തോന്നി, എങ്ങനെ ഈ ഒരു ട്രാഫിക്കിനെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത്. സോ നിങ്ങളിവിടേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ട്രാഫിക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം വരാൻ. കാരണം പെട്ടെന്നൊരു എമർജൻസി വന്നാൽ അവിടെ നിന്ന് പോകാൻ ഭയങ്കര റിസ്ക്കാണ്. സോ ട്രാഫിക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം ഈ ഒരു ലുലു മാൾ വിസിറ്റ് ചെയ്യാൻ. എൻ്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ വീക്കെൻഡ്സിലൊന്നും വരാതെ വർക്കിംഗ് ഡേയ്സിൽ വന്നാൽ കുറച്ചും കൂടി നമുക്ക് ഈ ഒരു ട്രാഫിക്കും ഇതൊന്നും ഇല്ലാതെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.